സമസ്തയിലെ പ്രശ്നപരിഹാരത്തിന്റെ കളമൊരുങ്ങുന്ന സാഹചര്യത്തിൽ നിലപാട് മയപ്പെടുത്തി മുസ്തഫൽ ഫൈസി. അഭിപ്രായ വ്യത്യാസങ്ങൾ മാന്തി വലുതാക്കി വലിയ മുറിവാക്കരുത്. നേതാക്കൾ എന്ത് തീരുമാനമെടുക്കുന്നോ അവിടെയാണ് നാം നിൽക്കേണ്ടതെന്നും മുസ്തഫൽ ഫൈസി തിരൂരിലെ SMF സമ്മേളനത്തിൽ പറഞ്ഞു. മുസ്തഫൽ ഫൈസിയുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള സമ്മർദ്ദങ്ങൾക്കിടെ സമസ്തയിലെ ലീഗ് അനുകൂല മുഷാവറ അംഗങ്ങളും പരിപാടിക്കെത്തി. രാഷ്ട്രീയമായി മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്നത് മുസ്ലിം ലീഗാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമസ്തക്കില്ല, ആർക്കുമില്ല. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണയിക്കേണ്ടത്. സമസ്ത നേതൃത്വത്തിനെതിരായ ഈ പ്രസംഗത്തെ തുടർന്നാണ് മുസ്തഫൽ ഫൈസിയെ മുഷാവറയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. സമസ്തയിലെ ലീഗ് അനുകൂലികളെ ചൊടിപ്പിച്ച് സസ്പെൻഷനിൽ പിന്നെ സമവായ നീക്കങ്ങൾ. പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ജിഫ്രി തങ്ങൾ തന്നെ പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് മുസ്തഫൽ ഫൈസിയുടെ മനം മാറ്റം. വ്രണം വലുതാക്കാൻ ശ്രമിക്കരുതെന്ന പ്രസംഗം ഇന്നലെ തിരൂരിൽ നടന്ന SMF നവോത്ഥാന സമ്മേളനത്തിൽ. നാം ആരും ആ വ്രണം വലുതാക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മാന്തി വലുതാക്കി വളരെ വലിയ മുറിവാക്കി നാം പ്രവർത്തിക്കാൻ പാടില്ല. സ്വന്തമായി യാതൊരു താല്പര്യവുമില്ല. നേതാക്കൾ എന്ത് തീരുമാനമെടുക്കുന്നോ അവിടെയാണ് നാം നിൽക്കേണ്ടത്. നമുക്ക് സ്വന്തമായിട്ട് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് ആരും ഒരു പ്രയാസവുമില്ലാതെ നേതൃത്വത്തിന്റെ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. മുസ്തഫൽ ഫൈസിക്കെതിരായ നടപടി പിൻവലിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെ സമസ്തയിലെ ലീഗ് അനുകൂല മുഷാവറാംഗങ്ങളായ കോറോഡ് സൈദാലി ഫൈസി, വഹാബുദ്ദീൻ നദവി എന്നിവരും മുസ്തഫൽ ഫൈസിക്കൊപ്പം വേദി പങ്കിട്ടു. മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് SMF സമസ്തയ്ക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. പ്രശ്നപരിഹാരത്തിനായി ലീഗും ജിഫ്രി തങ്ങളുമായി ചർച്ച നടത്തി. ഇതിന് പിന്നാലെയാണ് സാദിഖലി തങ്ങൾ വിദേശത്തു നിന്നെത്തിയാൽ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ജിഫ്രി തങ്ങൾ പ്രസ്താവന ഇറക്കിയത്. മീഡിയ 1 മലപ്പുറം.